ഫ്രണ്ട്സ്, വെൽക്കം ടു സിനാക്സ് ഗെയിമർ ആൻഡ് വ്ളോഗർ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആ പഴയ ഗെയിം തന്നെയാണ്, ഡ്രൈവ് സോൺ ഓൺലൈൻ. ഗൈസ്, പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട സാരില്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ ഗെയിം ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ, കൂടുതൽ ലൈക്ക് അടിച്ചേക്കണേ. പിന്നെ ആ ചുമന്ന കളറിൽ കിടക്കണ സബ്സ്ക്രൈബ് ബട്ടണും കൂടെ പിടിക്കേക്കണേ. നമുക്ക് വീട്ടിലേക്ക് പോകാം. അപ്പോൾ മുടിഞ്ഞിൽ ഓടിക്കണേ. ഗൈസ്, ഞാൻ ഇന്നലെ തന്നെ 5-6 വണ്ടിയിൽ എടുത്തായിരുന്നു. കാരണം ഇതെന്തോ ഡെയിലി റിവാർഡ് കേട്ടോ, നിങ്ങൾ നോക്കണ്ട. എടുത്തോണ്ട് പോടേ. ഓപ്പൺ. പുതിയ വണ്ടിയല്ലേ കിട്ടൂ. കണ്ടാ ഗൈസ്, BMW MS2 ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന MS2 എന്നാണ് എനിക്ക് അറിഞ്ഞൂടെ, ഇതിൻ്റെ റിയൽ പേര് ഇതാണെന്ന്. പിന്നെ വീലിൻ്റെ റിമ്മ് മാറ്റി ഞാൻ. കണ്ടാ, പൊളിയല്ലേ, സീനാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, ഈ വണ്ടി ഇന്നലെ പൈസ കൊടുത്തിട്ടൊന്നുമല്ല എനിക്ക് കിട്ടിയത്. മറ്റേ കണ്ടെയ്നർ തുറക്കണതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ഈ വണ്ടി കിട്ടിയത്. ഇന്നലെ പറയുന്നായിരുന്നു വണ്ടികൾ. വേറൊരു വണ്ടി ഇങ്ങോട്ട് കിട്ടി. ഇത് ടൊയോട്ട ട്രിയോ മിനി ദാടകൻ. ഇത് കണ്ട ഓടി TT എന്നേ പറയുള്ളൂ കേട്ടോ. ഓടി TT ആണോ R8 ആണോ? TT എന്നേ പറയുള്ളൂ. പക്ഷേ TT അല്ല ഇത് വേറെ ഏതോ വണ്ടിയാണ്. VRZ. ഇതിൻ്റെ കമ്പനീൻ്റെ പേര് എന്നോട് ചോദിക്കരുത്, എനിക്കറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് BMW വെച്ച് തന്നെ തുടങ്ങാം. BMW കിടുക്ക് സ്പീഡ് കേട്ടോ, 200 സംതിങ് എന്തോ km/h സ്പീഡിൽ കയറും. ഓപ്പൺ വേൾഡ്. ഗൈസ്, നിങ്ങൾക്ക് കരിയറോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറൊരു ഗെയിമിംഗ് മോഡ് ഞാൻ കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്തായാലും കളിച്ചിരിക്കും. പിന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ ഗെയിമുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും പറഞ്ഞേക്ക്, ഞാൻ അതും കളിച്ചിരിക്കും. റെക്കോർഡിങ് ഇല്ലേ? ഓക്കെ, അപ്പം തുടങ്ങിയാലോ. വേറെ ആൾക്കാരൊക്കെ പോണ ശബ്ദം കേൾക്കാം. നിങ്ങൾക്ക് വല്ല കേൾക്കാമോ ഗൈസ്? കേൾക്കാമല്ലേ തേത്രേ സ്ഥലം. അപ്പോൾ നമുക്ക് എടുത്താലോ വണ്ടി. 3, 2, 1 ഗോ. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാല്ലേ? പൊളി ഇടി. എൻ്റെ അമ്മച്ചി. ഡ്രിഫ്റ്റ്. സീൻ. അത് കേട്ടാ ഗൈസ്, ഒരു ജസ്റ്റ് മിക്സ് ആയിരുന്നു. ഇടിച്ചതായിരുന്നു ഗൈസ്. ഈ താഴത്തെ മൈക്ക് ബട്ടൺ കണ്ടില്ലേ? അത് 40ാമത്തെ ലെവലാവാതെ എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അല്ലേ ബാക്കി തീർന്നു. ഇത്രയൊക്കെ സ്പീഡിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മെയിൻ റോഡ് എവിടെ? എവിടെടാ മെയിൻ റോഡ്? ഇതല്ലേ മെയിൻ റോഡ്. എന്തോ ഒരു ഇതുണ്ടല്ലോ. ഇവിടെ വന്ന് വേണം നിൽക്കാൻ. ഞാൻ ഇവിടെ ഉണ്ടോ ചെയ്ത്? ഇങ്ങോട്ട് വരില്ലല്ലോ ഗൈസ്, പറ്റി. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ വരാം. പിന്നെ അങ്ങോട്ട് നിൽക്കണം. കേരള മാക്സിമം അടിക്കാതെ പോകാൻ പറ്റും കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് ഇങ്ങനെ വണ്ടി റോക്കറ്റ് പോലെയാണ്. ഇടിച്ചില്ല. നിങ്ങളുടെ സ്പീഡോമീറ്ററിൽ ആയിക്കോണേ. 220. എൻ്റെ അമ്മ ഇവന് പറന്നാണല്ലോ.
മുടിഞ്ഞ സ്പീഡ് 260 സംതിങ് ആയി. ചവിട്ട് ഡ്രിഫ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഡ്രിഫ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ദൈവമേ, അയ്യോ അതോമാര് റെഡ് ചിക്കൻ കൊണ്ട് നിർത്തി വെച്ചതാണ്. അമ്മേ ഡ്രിഫ്റ്റ് ഇവിടെ നിനക്കൊന്ന് പറഞ്ഞിട്ട് തിരിച്ചു. എവിടെ സ്ഥലം? ഞാൻ അതിനും 10 കിലോമീറ്റർ അപ്പുറത്തെത്തി. ഇത് എങ്ങോട്ട് പോകേണ്ടത് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങോട്ടേ നിങ്ങൾ ചില ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ ഇഷ്ടം കറക്റ്റ്. പക്ഷേ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയല്ലെന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ചെയ്യുന്നത്. സ്ഥലത്തി ഡ്രിഫ്റ്റ് ഇത് കറക്റ്റല്ലേ? ഇപ്പോൾ കൂടെ കറക്റ്റ് ആവണ്ടായിരുന്നു. ഗൈസ് നമ്മുടെ മെയിൻ റോഡെത്തി. പറപ്പിച്ചിട്ടു. എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ BMW ഒരു ലുക്ക്? കളറൊന്ന് മാറ്റാൻ പറ്റുമോ? അമ്മേ ദൈവമേ, പെട്ടെ കേരളാണ് ഏറ്റവും വലിയ ടാസ്ക്. ദൈവമേ, സോറി ഗീസ്, മൈ മിസ്റ്റേക്ക്. ഇവിടെ മാക്സിമം സ്പീഡായി കേട്ടോ. BMWൻ്റെ മാക്സിമം സ്പീഡ് എൻ്റെ അമ്മേ ഇത്രടാ 279. ഇത്ര സ്പീഡല്ലായിരുന്നല്ലേ? 260 സംതിങ് ആയിരുന്നു. 279. ഗൈസ് ഈ BMW വീഡിയോ വെളിയിലോട്ട് തള്ളി ഇങ്ങനെ ഉണ്ട്. ഇതൊക്കെ ഇന്നലെ ചെയ്ത മോഡിഫിക്കേഷൻസ് ആണ്. ഞാൻ വീഡിയോ അമ്മേ അമ്മച്ചി ദൈവമേ, വണ്ടി പറന്നു. You arrived. ചാട്ടാ ഗൈസ്, ചാടിക്കോ. എൻ്റെ അമ്മ ഇതേതാ സ്ഥലം? ഡ്രിഫ്റ്റ് എങ്ങനെയാണെന്നോ ഞാൻ ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. ഓ ശരി, എടേ റോങ് സൈഡ്. നല്ല രസമുണ്ടല്ലേ? ഭയങ്കര സ്പീഡിലാണ് കേട്ടോ വണ്ടി. സ്പീഡിനേക്കാൾ സ്പീഡിലാണ് വണ്ടി സ്പീഡ്. ഷോർട്ട് അതിപ്പോൾ ഇടിക്കണേ, ഇടിക്കുകയാണ് ചെയ്യാവോ? എന്നിട്ട് ഇടിച്ചില്ലേ? മാക്സ് സ്പീഡ് 281. ഈ സ്പീഡൊക്കെ എപ്പോൾ കയറി? ശ്രദ്ധിക്കാതെ എനിക്ക് പറയുന്നു. 282 ഏതോ റൈസർ ഡ്രിഫ്റ്റ്. ദൈവമേ, നല്ലപോലെ ലാഗ് അടിക്കുന്നുണ്ട്. അത് കിടിക്കട്ടെ. ശരി, നല്ല സ്പീഡിൽ ചാടുന്ന എനിക്കൊരു ഇവിടെ കഴിഞ്ഞു പോയത്. ഗൈസ്, നിങ്ങൾ ആരൊക്കെ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്ത് ഈ ഗെയിം ഡൗൺലോഡ് ചെയ്തവർ ഒരു സബ്സ്ക്രൈബും കൂടുതലൊരു ലൈക്കും കൂടെ അടിച്ചോളേ. കൂടുതൽ കമൻറ്റും ഷെയർ ആണെങ്കിൽ ചെയ്താൽ അവൻ സൂപ്പറാണ് കേട്ടോ. അവൻ്റെ എൻ്റെ അമ്മേ സസ്പെൻഷൻ സസ്പെൻഷൻ പറപ്പിച്ചാലോ വണ്ടി. അയ്യോ, ഞാൻ ഇങ്ങോട്ട് കയറില്ല. എനിക്ക് അങ്ങോട്ട് പോകണ്ടേ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ
പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ഇടയിലുള്ള ജംഗ്ഷനിൽ നമ്മൾ കൂടും, എങ്ങോട്ടാണെന്ന് പോലും പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ ഷോർട്ട് കട്ട് എടുക്കാം. എന്നാലും 5-6 പ്രാവശ്യം ഞാൻ ലോക്കായിരുന്നു എൻ്റെ ഇടയിൽ വെച്ച്. ഡ്രിഫ്റ്റ് പോയി എനക്കും പോച്ചാച്ച് എൻ്റെ അമ്മേ. നല്ല മുട്ടടിയായിരുന്നു കേട്ടോ. എന്തൊരു ലുക്കടേ BMW. അമ്മച്ചി ഇതേവിടെ ഇത് ഓടക്കുഴിയാ? എൻ്റെ അമ്മേ, ഇവിടെ ഞാൻ സ്യൂറിൻ്റെ ഉള്ളില്. ഞാൻ പെട്ടടാ, പെട്ട് ഇതേതല്ല സ്ഥലം? ഇതേതല്ല സ്ഥലം? ഞാനിത് ഇവിടെ നിന്ന് ഇറങ്ങിയ ഇവിടെ നിന്നല്ലേ ഒന്ന് ഇറങ്ങിയ? ഇത് ഏതോ ഒരു സ്ഥലമാണ്. എന്ത് സ്ഥലം എന്നോട് ചോദിക്കരുത്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതുവരെ ഞാൻ അയ്യോ ചേട്ടാ. സബ്സ്ക്രൈബ് വീഡിയോൻ്റെ താഴെ ഒരു ചെറിയ എൻ്റെ അമ്മ ചെറുതല്ല നല്ല നീളത്തിൽ റെഡ് ലൈൻ സാധനം കിടപ്പുണ്ടെങ്കിൽ അതിൽ പതിയുമ്പോൾ അടുത്ത് പറഞ്ഞ ബെല്ലൈക്കണിലും പതിയുമ്പോൾ അതാണ് ഗൈസ് സബ്സ്ക്രൈബ് ബട്ടൺ. സ്തോത്രം സൂപ്പർ ഇട ചടിപ്പിച്ചോ അമ്മേ അടിച്ചു ഇല്ല എന്തോ ഭയ നല്ല രസമുണ്ടല്ലേ. ഡ്രിഫ്റ്റ് അടിച്ചമാർ ഞെട്ടണ ടൈം കൊണ്ടല്ലേ ഞാൻ കയറുന്നത്. ഞെട്ടണ സമയം കൊണ്ടാണ് ഞാൻ കയറുന്നത്. ഡ്രിഫ്റ്റ് എങ്ങനെയുണ്ട് കേസിൻ്റെ ഡ്രിഫ്റ്റ് ഇപ്പോൾ ഇന്നത്തെ? എന്നാലും മൊത്തം ഇടിയായിരുന്നില്ലേ? അപ്പോൾ തന്നെ ഞാൻ കുറേ പ്രാക്ടീസ് ആയിരുന്നു. ഞാൻ ഡ്രിഫ്റ്റൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. അതിൻ്റെ ഒരു കൈവഴക്കമുണ്ട്. എന്താ പറയുക, എൻ്റെ അമ്മച്ചേ. ആക്സിലേറ്റർ കൊടുത്തിട്ട് വണ്ടി നിൽക്കണില്ല ഗൈസ്. ഇന്നലെ ഞാൻ ഇവിടെ വന്ന് വണ്ടി നിർത്തി ഇറങ്ങിയേ. അപ്പം എൻ്റെ അടുത്ത് ഒരുത്തൻ വന്ന് നിന്ന് ഇവിടെ ഞാൻ വണ്ടി കൊണ്ട് നിർത്തി. വണ്ടി കൊണ്ട് ചവിട്ടി നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരുത്ത ഇവിടെ വന്നേ. അവൻ്റെ സൂപ്പറായിരുന്നു. അത് ഏത് വണ്ടിയെന്ന് ക്ലിയറായിട്ട് ഓർമ്മയില്ല. അവൻ ഇവിടെ കൊണ്ട് വന്ന് നിർത്തി. ഞാൻ അവൻ്റെ വണ്ടിയിൽ കയറ്റി. അവൻ 2 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് നിർത്തി. എൻ്റെ വണ്ടിയിൽ നിന്ന് 2 കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ട് നിർത്തി. എനിക്കാണെങ്കിൽ എന്തറിയണമെന്നൊരു പിടുത്തവുമില്ല. വണ്ടിയിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരം. ഇപ്പം വണ്ടിയുടെ ഒരു ഫോട്ടോ കാണിച്ചിട്ട് 5 മീറ്റർ അതെ ഇതേപോലെ നിർത്തി. ഉണ്ടല്ലോ ഇതേപോലത്തെ ഒരു വണ്ടിയിലാണ് ഞാൻ കയറിപ്പോയത്. വണ്ടി ഇതല്ലായിരുന്നു, ഇത് വേറെ വണ്ടി. ഇപ്പം 2 മീറ്റർ അകലെ. അമ്മ ഇങ്ങോട്ട് പോകും. ഗൈസ്, നിങ്ങൾക്ക് മൾട്ടിപ്ലെയർ, അതായത് എൻ്റെ ഫ്രണ്ട് ഏബലിൻ്റെ കൂടെ ഈ ഗെയിം കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ചെയ്യും ഇപ്പം തന്നെ കമൻറ്റ് ചെയ്യും. ഏബലിനെ എങ്ങനെയെങ്കിലും ഞാൻ അനുഭവിച്ച് കൊടുക്കണം. എന്തായാലും ഇന്നത്തേക്ക് എന്നെ കൊണ്ട് സാധിക്കില്ല. അത് നാളെ ആണെങ്കിൽ ചെയ്യാം. അത് നാളെ ഫ്രീ ആവും. പക്ഷെ ഇന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എടാ ട്രിയോ, എൻ്റെ ഇരുന്ന ട്രിയോ ഉണ്ട്.
ഓടിച്ചോ, ഡ്രിഫ്റ്റ് ചെയ്തോ. ചുമ്മാ ഓട്ടിക്ക് നല്ല രസമുണ്ട്. നീ ഒന്ന് എത്തൂലോ. ദൈവമേ, അയ്യോ വണ്ടി, എടാ വണ്ടി പോയി, വണ്ടി പോയി, വണ്ടി പോയി, ഓൾമോസ്റ്റ് പോയി വണ്ടി. ഇല്ല, എന്തോ കാര്യം തിരിച്ചു. അയ്യോ അവനെ ഇടിച്ച് ഞാൻ പോയി. മാക്സ് സ്പീഡിലാക്കുക, ഫുൾ സ്പീഡിൽ. വണ്ടി കയറില്ല, കയറാത്തതല്ല, ഫ്രണ്ട് ഇടിച്ചായിരിക്കും കയറണം. അപ്പോൾ അതെയും പകുതി സ്പീഡും കുറയും. പക്ഷെ വളഞ്ഞ് കയറാൻ പറ്റാം നല്ല. പിന്നെ അല്ല, ഇതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. അല്ല ഇല്ല ഗൈസ്, നിങ്ങൾക്ക് ഈ വണ്ടിയുടെ ഫാൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ ഗെയിം ഡൗൺലോഡ് ചെയ്യണേ. പിന്നെ നിങ്ങൾക്കൊരു ക്യൂട്ട് ഫാൻ ആവണമെങ്കിൽ ആ റെഡ് കത്തിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കൊടുക്കണേ. പിന്നെ എനിക്ക് യൂട്യൂബിൽ നിന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട്. ആരും എൻ്റെ വീഡിയോ ഫുള്ള് കാണുന്നില്ല. എൻ്റെ അമ്മച്ചി കണ്ടിട്ടില്ല എൻ്റെ അമ്മേ. എന്തോന്നടേ സംസാരിക്കുമ്പോഴെല്ലാം കയ്യിൽ നിന്ന് വന്ന വണ്ടി നിങ്ങൾ കാണുന്നില്ല എന്നുള്ള ഒരു പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പ്ലീസ് നിങ്ങൾ ഫുൾ കാണാതിരിക്കരുത്. പ്ലീസ് ഫുള്ള് കണ്ടിട്ട് പോയാൽ കേട്ടാ. ദൈവമേ, ഇടില്ല. ഒരു മിനിറ്റ്, ഇതേതടി സ്ഥലം? അമ്മയടി. പിന്നെ ആൾക്കൊക്കെ എൻ്റെ ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. എൻ്റെ ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ആള് ലൈക്ക് ചെയ്യണേ പ്ലീസ്. എൻ്റെ വീഡിയോക്ക് ഒരു ലൈക്ക് പോലും കിട്ടണം, അതുകൊണ്ടാണ്. പ്ലീസ് ഗൈസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേതോ സ്ഥലം? സ്ഥലം ഇവിടെ കൂടി വഴി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. ഇരിക്കണം, സേഫല്ല. കുറേ റിവാർഡാണ്. ഞാൻ എൻ്റെ എല്ലാ റിവാർഡും ഒന്നാണ് നോക്കിയിട്ടേ. ലെവലപ്പ് എന്താണോ ലെവലപ്പ്. എടാ ഈ എക്സോസ്റ്റ്, പിന്നെ സൈഡിൽ എന്തോ ഒരു സെറ്റപ്പ് വന്നു. ഗെറ്റ് റിവാർഡ്. അടുത്ത ലെവലായി, കൊള്ളാം. എടേ ബ്രേക്ക് കിട്ടി. പിന്നെ ഫ്രണ്ട് ആക്സിലിൻ്റെ ഹൈറ്റ് 2 ബാക്കും ഫ്രണ്ടിലത്തെ ആക്സിലിൻ്റെ ഹൈറ്റ്. ഓക്കെ, ഇങ്ങനെ പോകണമെങ്കിൽ ഒരു ട്യൂൺ ചെയ്യാമല്ലേ MS2. നമ്മുടെ ട്യൂൺ പരിപാടി ബോഡിയിൽ സൈഡ് സ്കേർട്ടാ എന്തോ ഒരു സാധനം, എനിക്കെന്താണെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അടുത്ത് പെർഫോമൻസ്. അതിലെന്താ മറ്റുള്ള എക്സോസ്റ്റ്. നല്ല എക്സോസ്റ്റ് ഞാൻ നോക്കട്ടെ. ഇവിടെ കാണിച്ചാടാ അണ്ണ. ഇടയ്ക്ക് അതെന്ന് തോന്നുന്നു. എന്തിനാണ് എക്സോസ്റ്റിൽ മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, മനസ്സിലാവില്ല മനുഷ്യന്. എന്താ ഇൻസ്റ്റാൾ ചെയ്യും എന്തായിരുന്നു മനസ്സിലായില്ല. എന്തെങ്കിലും ആവട്ടെ. ഇന്ത്യയൊക്കെ ഓൾറെഡി ഞാൻ മാറ്റിയത്. സസ്പെൻഷൻ, അതിൽ ബ്രേക്ക് ഉള്ളിൽ എന്തെങ്കിലും മാറിയോ? ഇതെന്തിനാ ഇങ്ങനെ കൊണ്ടുപോണ്? ഒന്നും മാറുന്നില്ലല്ലോ ഡി. എന്തിനാണ്? നല്ല ഫ്രണ്ട് ആക്സിൽ പോക്കാം. ഫ്രണ്ട് ആക്സിൻ്റെ താക്കായിരുന്നില്ലേ ബാക്കിലത്തെ എന്താ വന്നു തോന്നുന്നു. പുള്ളി സൂപ്പർ. പോയാലോ? എനിക്ക് തോന്നുന്നത് ചെയ്യുന്നൊരു വണ്ടിയുടെ പെർഫോമൻസ് കൂടുന്നു കേട്ടോ. BMW കാറുകൾ റെഡ് ലൈൻ RPM എൻ്റെ അമ്മച്ചി. അയ്യോ, ഉദ്ദേശിച്ചത് വേറെ, നടന്നത് റേ. ഇന്നപ്പടി ഊച്ചെന്ന്
നടന്നില്ല. ഇവിടേക്ക് എന്തിനാ വണ്ടി നിർത്തണം? മറ്റേക്കാണെങ്കിൽ ഇടിച്ച നിർത്തൂല, അവന്മാർ എടുത്തോണ്ട് പോകും. ഞാൻ നോക്കട്ടെ ഗൈസ് എന്നെ കൊണ്ട് സാധിക്കുന്നു. ചില ആൾക്കാർ ഡ്രിഫ്റ്റ് ചെയ്ത് ഈ ലോറിയുടെ അടിയിൽ നിന്നൊക്കെ പോവല്ലോ, അതെന്നെ കൊണ്ട് നടന്നില്ല, ചീറ്റിപ്പോയി. പിന്നെ വേണ്ടടേ, എനിക്ക് പിടിയല്ല അങ്ങോട്ട്. വണ്ടി എടുത്ത് മോനെ ഇടിച്ചു. എങ്ങനെ ഇരിക്കുന്നു? എന്നെ കൊണ്ട് സാധിക്കൂല. എടാ നമ്മൾ പഴയ സിയറിൻ്റെ ഉള്ളിൽ കൂടെ പോയാലോ? പക്ഷെ അതെവിടെയെന്ന് എനിക്കറിയാം. ഒരു മിനിറ്റ്, ചവിട്ട്. ഞാൻ എന്തോരോ കണ്ടു. അല്ലെങ്കിൽ വണ്ടിയുടെ ഇടിയിൽ അവനൊന്നും സർവൈവ് ചെയ്യില്ല. അവസാനം ഇടിച്ച് വണ്ടി തെറിപ്പിച്ചിട്ട് ഇടിച്ചു, പൊട്ടിച്ചു, തെറിച്ചു. കഴിഞ്ഞു. ഗൈസ് നമുക്ക് അടുത്ത സ്ഥാനത്തിലേക്ക് പോകാം. ബിൽഡർ റൂട്ട്, ഈ റൂട്ടിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, നമുക്കേ ഇന്നത്തെ കണ്ടൻറ്റ് ഇത് സത്യം പറഞ്ഞ ഇത് ഞാൻ പ്ലാൻ ചെയ്തിട്ടല്ലേ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ്റ് ഇതാക്കാം. എൻ്റെ അമ്മച്ചി ഇന്നത്തെ കണ്ടൻറ്റ് ഇതാക്കാം. എന്തോന്ന് കണ്ടൻറ്റ് മനസ്സിലായല്ലേ? ആ ബോക്സ്, അതായത് ആ ബോർഡുകളെ ഇടിച്ച് പൊട്ടിച്ച് പരിവാക്കണം, മനസ്സിലായല്ലേ? ഓക്കെ ഗൈസ്, എന്തായാലും എന്നെ കൊണ്ട് നീ ഒന്നേ പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ എത്ര മിനിറ്റായി? 21 മിനിറ്റത്തെ വീഡിയോ ആയി ഗൈസ്. എന്തായാലും ഞാൻ ഒരെണ്ണം പൊട്ടിച്ച്, 2 പൊട്ടിച്ച്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിപ്പോൾ തന്നെ നല്ല ടൈമായി. എഡിറ്റിങ്ങിൽ നല്ലപോലെ കട്ട് ചെയ്യേണ്ടി മിക്കവാറും വരും എനിക്ക്. ഓക്കെ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. ഇനി നാളെ ഒരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ ഒരു ഫാൻ ആവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. വേഗം സബ്സ്ക്രൈബ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ട് തോക്കെടുത്തോണ്ട് വരും കേട്ടല്ലോ. പിന്നെ ലൈക്ക് ഷെയർ. അപ്പം ടാറ്റ ബൈ ബൈ. പിന്നെ കൂടുതൽ എൻ്റെ വീഡിയോ ഫുള്ള് കണ്ടോണേ. ടാറ്റ ബൈ ബൈ. 3, 2, 1 കഴിഞ്ഞു.